പിന്നെ പലരും ചെയ്യുന്നത് ഈ ക്രോസ് ബ്രീഡ് ആവുന്ന പോലെ തന്നെയാണ്. ഒരു ജെനറ്റിക്കൽ ലൈൻ തന്നെ വീണ്ടും 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 നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ബോഡി ബെൻഡ് ഉണ്ടാവും, ജെനറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങൾ കാരണമാണ് പല ഫാമുകളിലും എന്ത് ചെയ്യുന്നത്, നിർത്തുന്നത്. പിന്നെ ഉൽപാദന ചെലവ് കൂടുതൽ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗപ്പി ബ്രീഡ് ചെയ്യിപ്പിച്ച് നമ്മളൊരു ഫാമിലോ അല്ലെങ്കിൽ ഷോപ്പിലോ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കുമ്പോൾ അവർ വളരെയധികം വില താഴ്ത്തും. പക്ഷെ അതേസമയം നമ്മൾ വളരെയധികം പ്രോട്ടീൻ കണ്ടന്റ് ആയിട്ടുള്ള ഫീഡുകളൊക്കെ കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ആ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഉൽപാദന ചെലവ് വളരെയധികം കുറച്ച് നിർത്തി മാർക്കറ്റിൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഫാമിൽ അല്ലെങ്കിൽ ഈ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന സാധനങ്ങൾ സെയിൽ ആവുള്ളൂ എന്നുള്ളത് ഒരു ഫാക്ടർ. പിന്നെ ഉണ്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ ആദ്യമായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് മാക്സിമം ചൂസ് ചെയ്യുക. അതാകുമ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അതിൽ ക്രോസ് ബ്രീഡ് ആവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. അതിൽ ക്വാളിറ്റി പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ സോളിഡ് ആയിട്ടുള്ള കളേഴ്സ്, ഫുൾ റെഡോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്കോ, വൈറ്റ് വേണ്ട, വൈറ്റ് പെട്ടെന്ന് കളർ ഇതുണ്ടാവും, ഫീഡിന്റെ ഒക്കെ ചേഞ്ച് വരുമ്പോൾ കളർ ചേഞ്ച് ആവും. അങ്ങനെ ഏതെങ്കിലും ഒരു സോളിഡ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ അല്ലിപ്പർപ്പിൾ പറയും, അങ്ങനത്തെ വളരെ റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അത് ക്രോസ് ബ്രീഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റൂല ഇത് ക്രോസ് ബ്രീഡ് ആയി എന്നുള്ളത്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.